വാഴൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം 51 വീടുകളുടെ താക്കോൽ സമർപ്പണം നടന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് പദ്ധതി പ്രകാരം 167 വീടുകളിൽ 69 പേർക്ക് ഭൂമിയും വീടും നൽകിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കൂടിയ യോഗത്തിൽ വീടുകളുടെ താക്കോൽ സമർപ്പണം കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് റെജി സക്കറിയ നിർവഹിച്ചു. ലൈഫ് പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഇടപെടൽ നടത്തിയ ഒരു പഞ്ചായത്താണ് വാഴൂർ ഗ്രാമപഞ്ചായത്ത്. ഏതാണ്ട് 9 കോടി രൂപയോളം ഈ മേഖലയിലേക്ക് കണ്ടെത്താൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ചില പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഒക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് മന്ത്രി പറഞ്ഞത് എന്ത് പ്രയാസം നേരിട്ടാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാടാണ് ലൈഫ് പാർപ്പിട പദ്ധതിയുടെ നന്മ നിറഞ്ഞ മുന്നേറ്റം. അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഗ്രാമപഞ്ചായത്താണ് വാഴൂർ ഗ്രാമപഞ്ചായത്ത്. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ ഈ കാര്യങ്ങൾക്കാകെ നേതൃത്വം നൽകുന്ന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭരണസമിതിയിലെ ഓരോ അംഗങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകണം. അങ്ങനെ പോകുന്നുണ്ട്. അവർക്കാകെ എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ മഹത്തരമായ പരിപാടി താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP റെജി അധ്യക്ഷത വഹിച്ചു. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 167 വീടുകളാണ് ഇതുവരെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 69 കുടുംബങ്ങൾക്ക് സ്വന്തമായി 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്തവരായിരുന്നു. ആ 69 കുടുംബങ്ങൾക്കും അവർ സ്വന്തം നിലയിൽ കണ്ടെത്തിയ ഗതാഗത സൗകര്യമുള്ള ഭൂമി വാങ്ങുന്നതിന് 2 ലക്ഷം രൂപ വീതം കേരള സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് നൽകുകയും അതിനുശേഷം അവർക്ക് അവിടെ വീട് വിൽക്കുന്നതിന് ഒരു വീടിന് 4 ലക്ഷം രൂപ വീതം നൽകുകയും ചെയ്തു. ആ 69 പേർക്കും 6 ലക്ഷം രൂപയുടെ വീതം ധനസഹായമാണ് ലഭിച്ചത്. 98 പേർക്ക് വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 4 ലക്ഷം രൂപ വീതം ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ലഭ്യമാക്കിയിരുന്നു. അതുകൂടാതെ ഇപ്പോൾ 42 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം നല്ല നിലയ്ക്ക് പുരോഗമിക്കുന്നു. 12 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് കരാർ ഒപ്പിടുകയും 40,000 രൂപ വീതം ഇപ്പോൾ ആ 12 കുടുംബങ്ങളുടെയും അക്കൗണ്ടിലേക്ക് നൽകുവാനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ഭവനരഹിതരായിരുന്ന ഏകദേശം മുഴുവൻ ആളുകൾക്കും ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭൂരഹിതരായിട്ടുള്ള കുറേ ആളുകളുടെ കൂടി ലിസ്റ്റ് നമ്മുടെ കൈവശമുണ്ട്. ഭവനരഹിതരായ മുഴുവൻ ആളുകളുടെയും വീട് നിർമ്മാണം പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ ഭൂരഹിതരായവർക്ക് ഭൂമി വാങ്ങിക്കുന്നുള്ള ക്രമീകരണങ്ങൾ കൂടി ഗ്രാമപഞ്ചായത്ത് നടത്തുന്നതാണ്. അങ്ങനെ കേരളത്തിലെ വാഴൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്ന പദ്ധതി പ്രവർത്തനം നല്ല നിലയിൽ പുരോഗമിക്കുന്ന സന്ദർഭത്തിലാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള, ബ്ലോക്ക് മെമ്പർ PM ജോൺ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D സേതുലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു.